നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഈ MRI മെഷീൻ കണ്ടുപിടിച്ചവനെ തൊഴിക്കണം. വീണ ജോർജിൻ്റെ പരിശോധന പൂർത്തിയായി, അതും MRI മെഷീനിൽ. MRI പരിശോധനയിൽ വീണയ്ക്ക് കുഴപ്പമൊന്നുമില്ല. അല്ലെങ്കിൽ തന്നെ MRI പരിശോധനയിൽ എങ്ങനെ കൃത്രിമത്വം നടത്താൻ കഴിയും? MRI പരിശോധനയുടെ റിസൾട്ട് പരിശോധിച്ച മെഡിക്കൽ സംഘം കാര്യമായ പ്രശ്നങ്ങളൊന്നുമില്ല എന്ന നിഗമനത്തിലെത്തി. എന്നാൽ മന്ത്രിയുടെ ഡിസ്കിന് ചെറിയ തകരാറുണ്ട്. ഇത് നേരത്തെ ഉള്ളതാണ് എന്ന് മെഡിക്കൽ ബോർഡ് കണ്ടെത്തി. ഇതിനെ തുടർന്ന് കഴുത്തിൽ ഒരു നീർവീക്കമുണ്ട്. ഇത് സാധാരണ ആളുകൾക്ക് സംഭവിക്കാറുള്ള ഒരു പ്രശ്നമാണ്. ഡിസ്കിന് പ്രശ്നമുണ്ടാകുമ്പോൾ ഞരമ്പിന് ക്ഷതമേൽക്കും. അതുകൊണ്ടാണ് ഇത്തരം നീർവീക്കമുണ്ടാകുന്നത്. ആരോഗ്യമന്ത്രി വീണ ജോർജ് ഇന്നും ആശുപത്രി വിടില്ല. മന്ത്രിക്ക് ശരീരവേദന തുടരുന്നുവെന്നും യാത്ര ചെയ്യാൻ കഴിയില്ല എന്നുമാണ് മെഡിക്കൽ ബോർഡ് പറയുന്നത്. എന്നാൽ സ്പോണ്ടിലൈറ്റിസിന്റെ പേരിൽ ICUയിൽ കഴിയുന്ന മന്ത്രി വീണ ജോർജിന് നേർക്ക് ഇപ്പോൾ ശക്തമായ ട്രോളുകളാണ് സമൂഹ മാധ്യമങ്ങളിൽ ഉയരുന്നത്. ഇന്നലെ രാത്രി 10 മണിയോടെ പരിയാരം മെഡിക്കൽ കോളേജിൽ എത്തിച്ച വീണ ജോർജിനെ അപ്പോൾ മുതൽ ICUയിൽ പാർപ്പിച്ചിരിക്കുകയാണ്. ഇതിനിടയിലാണ് MRI പരിശോധന നടത്തിയത്. നേരത്തെ എക്സ്റേ പരിശോധനയിൽ തകരാറുകളൊന്നും കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. ഇതിനെ തുടർന്നാണ് വിശദമായ MRI പരിശോധനയ്ക്ക് മെഡിക്കൽ സംഘം തയ്യാറായത്. മറുവശത്തിത മന്ത്രിയെ കൊല്ലാൻ ശ്രമിച്ചുവെന്ന കേസിൽ KSU ജില്ലാ പ്രസിഡന്റ് MC അതുൽ, പ്രവർത്തകരായ അക്ഷയ്, മുബാസ്, യാസിൻ, ബിദുൽ എന്നിവരെ മാർച്ച് 12 വരെ റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. മാരകായുധം ഉപയോഗിച്ച് മന്ത്രിയെ കൊല്ലുമെന്ന് ആക്രോശിച്ച് പ്രതികൾ മന്ത്രിയെ ആക്രമിച്ചുവെന്നാണ് പോലീസ് കേസ്. FIRലും ഇക്കാര്യമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ മെഡിക്കൽ പരിശോധനയിൽ മന്ത്രിക്കെതിരെ ആക്രമണം നടത്തിയതിന് തെളിവില്ല. റെയിൽവേ CCTVയിൽ ഇത്തരം ദൃശ്യങ്ങളില്ല. ഇപ്പോഴിതാ കോൺഗ്രസ് കേരളത്തിന് മുന്നിൽ ഒരു വലിയ വാഗ്ദാനം മുന്നോട്ട് വച്ചിരിക്കുന്നു. മന്ത്രി വീണ ജോർജിനെ ആക്രമിക്കുന്നതിന്റെ തെളിവ് ഹാജരാക്കിയാൽ 1 പവൻ സ്വർണം സമ്മാനമാണ് യൂത്ത് കോൺഗ്രസിന്റെ വാഗ്ദാനം. യൂത്ത് കോൺഗ്രസ് കണ്ണൂർ ജില്ലാ കമ്മിറ്റിയാണ് ഇപ്പോൾ ഈ വാഗ്ദാനം മുന്നോട്ട് വച്ചിരിക്കുന്നത്. മന്ത്രി വീണ ജോർജിനെ KSU യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ആക്രമിച്ചു എന്ന് പറയുന്ന വീഡിയോ തെളിവ് ഹാജരാക്കിയാൽ നിങ്ങൾക്ക് നേടാം 1 പവൻ. ഇതുവരെ പുറത്തുവന്ന ദൃശ്യങ്ങളിൽ വീണ ജോർജിനെ KSU പ്രവർത്തകർ ആക്രമിക്കുന്നതായി കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. പോലീസും അടിമുടി വെട്ടിലാണ്. സംഭവം റെയിൽവേ പ്ലാറ്റ്ഫോമിലാണ് നടന്നത് എന്നതുകൊണ്ട് റെയിൽവേ പോലീസാണ് കേസ് അന്വേഷിക്കുന്നത്. റെയിൽവേ പോലീസ് CCTV ദൃശ്യങ്ങൾ അടിമുടി പരിശോധിച്ചു. ഒരിടത്ത് പോലും മന്ത്രിയുടെ അടുക്കലേക്ക് ഒരൊറ്റ KSU പ്രവർത്തകനും അടുത്തിട്ടില്ല. അവിടെ ഉണ്ടായിരുന്ന ആളുകളൊക്കെ മൊബൈൽ ഫോണിൽ ചില ദൃശ്യങ്ങൾ പകർത്തിയിരുന്നു. അത്തരം വീഡിയോകളിൽ ഒന്നിൽ പോലും മന്ത്രിയെ ആക്രമിക്കുന്നതിന്റെ ദൃശ്യങ്ങളില്ല. മന്ത്രിയുടെ അടുത്ത് കറുത്ത തുണിയുമായി എത്തിയെന്ന രീതിയിൽ ഒരു വീഡിയോ ഇന്നലെ മുതൽ പ്രചരിച്ചിരുന്നു. എന്നാൽ ഇത് കരിനീല വസ്ത്രം ധരിച്ച മന്ത്രിയുടെ ഗൺമാനാണ് എന്നിപ്പോൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു. അതും അടപടലം 3G. മന്ത്രിയെ ആക്രമിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, സമീപത്ത് പോലും എത്തിയിട്ടില്ല എന്നാണ് KSUവും യൂത്ത് കോൺഗ്രസും ആവർത്തിച്ച് ആണയിട്ട് പറയുന്നത്. മറിച്ചൊരു തെളിവ് ഹാജരാക്കാൻ കഴിയാതെ CPM പാർട്ടി അട്ടപടലം വെട്ടിൽ. സ്പീക്കർ AN ഷംസീറിന്റെ നേതൃത്വത്തിൽ നടത്തിയ ഗൂഢാലോചനയുടെ ഭാഗമാണ് ഈ തിരക്കഥ എന്ന് കോൺഗ്രസ് ആരോപിക്കുന്നു. KSU പ്രവർത്തകർ അവിടെ നടത്തിയ പ്രതിഷേധത്തിന് ശേഷം മന്ത്രി വളരെ കൂളായി 1ാം പ്ലാറ്റ്ഫോമിൽ നിന്ന് 3ാം പ്ലാറ്റ്ഫോമിലേക്ക് നടന്നുപോയിക്കൊണ്ടിരുന്നു. ഇതിനിടയിലാണ് AN ഷംസീറിനെ കണ്ടത്. കേരളത്തിന്റെ സ്പീക്കർ പെട്ടെന്ന് തന്നെ വീണയുമായി ചില സംഭാഷണങ്ങൾ നടത്തി. തുടർന്നാണ് വീണയ്ക്ക് മാരകമായി പരിക്കേറ്റു എന്ന വാർത്ത കാട്ടുതീ പോലെ പടർന്നത്. തുടർന്ന് വീണയെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. എന്നാൽ സ്പീക്കർ ആവട്ടെ വീണ ജോർജ് എന്ന മന്ത്രിയെ ആശുപത്രിയിലേക്ക് ഇത്ര അത്യാസന്ന നിലയിൽ കൊണ്ടുപോകുന്നത് കണ്ടിട്ടും ഒന്ന് തിരിഞ്ഞു നോക്കാതെ നേരെ വന്ദേ ഭാരതിൽ കയറി തിരുവനന്തപുരത്തേക്ക് പുറപ്പെട്ടു. ക്രൂരത അല്ലാതെ എന്തു പറയാൻ. ഇപ്പോഴിതാ ചില പുതിയ ക്യാപ്സ്യൂളുകൾ ഇറങ്ങുന്നു. വീഴ്ച പറ്റിയത് MRI സ്കാനിംഗ് മെഷീനാണ്. CCTV ദൃശ്യങ്ങളിലും വ്യക്തതയില്ല. അതുകൊണ്ട് പുതിയ AI ക്രിയേറ്റഡ് വീഡിയോകൾ ഒരുപക്ഷെ പുറത്തിറങ്ങിയേക്കാം. മന്ത്രി ആക്രമിക്കപ്പെടുന്നതിൻ്റെ വീഡിയോ ദൃശ്യങ്ങൾ ഉടൻ പുറത്തു വരുമെന്നൊക്കെ ചിലർ പ്രചരിപ്പിക്കുന്നു. മന്ത്രി ഇങ്ങനെ അനിശ്ചിതമായി പരിയാരം മെഡിക്കൽ കോളേജിലെ ICUവിൽ കിടക്കുന്നത് പാർട്ടിക്ക് വെള്ളിടിയായി തീരും എന്ന ഭയപ്പാട് പാർട്ടിയിൽ ശക്തമാണ്. പരിയാരം മെഡിക്കൽ കോളേജിൽ ഇത് സംബന്ധിച്ച് ചില വാഗ്വാദങ്ങൾ നടക്കുന്നു. മന്ത്രിയെ ഇങ്ങനെ അനിശ്ചിതകാലം ICUവിൽ പാർപ്പിക്കാൻ കഴിയില്ല എന്ന നിലപാട് ചില ഡോക്ടർമാർക്കുമുണ്ട് എന്ന വാർത്തകൾ പാർട്ടി കൂടുതൽ ഞെട്ടിപ്പിക്കുന്നു. പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും ചില തർക്കങ്ങൾ പാർട്ടിക്കാർക്കിടയിൽ തുടരുന്നുവെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. മന്ത്രി എന്തിനാണ് ഇങ്ങനെ ICUവിൽ സ്പോണ്ടിലൈറ്റിസിന്റെ പേരിൽ പാർപ്പിച്ചിരിക്കുന്നത്?
ഡിസ്ക് കൊളാപ്സൊക്കെ സാധാരണയാണ്. ഒരു പ്രായം കഴിഞ്ഞാൽ മിക്ക സ്ത്രീകൾക്കും ഇത്തരം കഴുത്തുവേദനയും നടുവേദനയും ഒക്കെയുണ്ട്. പ്രത്യേകിച്ച് ഒരുപാട് വാഹനങ്ങളിൽ യാത്ര ചെയ്യുമ്പോൾ. കണ്ണൂർ വരെ യാത്ര ചെയ്ത മന്ത്രിക്ക് ഈ വേദന സ്വാഭാവികമാണ് എന്ന് പറയുന്നവരുണ്ട്. മന്ത്രിയുടെ കയ്യിലെ ആ വട്ടച്ചൊറി അത് നേരത്തെ തന്നെ ഉള്ളതാണ് എന്ന് കോൺഗ്രസ് ചൂണ്ടിക്കാട്ടുന്നു. പഴയ നിരവധി ഫോട്ടോഗ്രാഫുകളാണ് ഇതിൻ്റെ തെളിവായി അവർ നിരത്തുന്നത്. മന്ത്രി മുൻപ് പല പ്രോഗ്രാമുകളിലെത്തുമ്പോൾ കൈക്ക് വേദനയുണ്ട് എന്ന് പലപ്പോഴും പറഞ്ഞിരുന്നു. ഇതൊക്കെ അവരുടെ അഭിമുഖങ്ങളിൽ പോലുമുണ്ട്. സിനിമാ നടൻ ജോയി മാത്യു ഫേസ്ബുക്കിൽ കുറിക്കുന്നതിങ്ങനെ AI വന്നതോടെ അഭിനേതാക്കൾ നേരിടുന്ന വെല്ലുവിളികളേറെ. എങ്കിലും മികച്ച അഭിനേതാക്കളുടെ കടന്നുവരവ് സിനിമയ്ക്ക് കൂടുതൽ പ്രതീക്ഷകൾ നൽകുന്നു. അപ്രതീക്ഷിതമായ വേദികളിലൂടെ മികച്ച അഭിനേതാക്കൾ പെട്ടെന്ന് കടന്നുവരുന്നത് നിലവിലുള്ളവർക്ക് വെല്ലുവിളി സൃഷ്ടിക്കുന്നുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്. എങ്കിലും പ്രതിഭകളെ അംഗീകരിക്കേണ്ടതാണ്. മാറാത്തതൊന്നു മാത്രം ക്യാമറ എടുത്ത ദൃശ്യങ്ങൾ എന്ന് മാർക്സ്. എന്നും മികച്ച അഭിനേതാക്കൾക്കൊപ്പം നാടകം വളരട്ടെ. MRI പരിശോധനയിൽ കാര്യമായ ഒന്നും മന്ത്രിക്ക് സംഭവിച്ചിട്ടില്ല എന്ന് വ്യക്തമായിട്ടും എന്തിനാണിങ്ങനെ മന്ത്രി വീണ ജോർജ് ഇപ്പോഴും ICUവിൽ തുടരുന്നത്? കാട്ടുതീ പോലെ ഈ ചോദ്യം സമൂഹ മാധ്യമങ്ങളിൽ കത്തിപ്പടരുകയാണ്. ബുധനാഴ്ച വൈകിട്ട് 3:30 ഈ സംഭവ പരമ്പരകളുടെ തുടക്കം. മന്ത്രിക്ക് മാരകമായി ആക്രമണത്തിൽ പരിക്കേറ്റു എന്ന വാർത്ത കാട്ടുതീ പോലെ പരന്നതോടെ CPM പ്രവർത്തകരും DYFI ഗുണ്ടകളും നിരത്തിലേക്ക് ഇറങ്ങി. പിന്നീട് കേരളം കണ്ടത് അതിശക്തമായ പ്രതിഷേധം. കോൺഗ്രസ് ഓഫീസുകൾക്ക് വരെ തീയിടുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള പാർട്ടിയുടെ മുതിർന്ന നേതാക്കൾ ആശുപത്രിയിലേക്ക് ഓടുന്നു. എല്ലാം സെറ്റ് ചെയ്ത നാടകം പോലെ. ആ നാടകം പൊളിഞ്ഞടങ്ങുമ്പോൾ കോൺഗ്രസ് നേതാക്കൾ ഊറിച്ചിരിക്കുകയാണ്. ഒപ്പം സമൂഹ മാധ്യമങ്ങളും. ഈ സംഭവത്തിന് പിന്നിൽ പിണറായി ഷംസീർ തിരക്കഥയാണ് എന്ന് K മുരളീധരൻ പരിഹസിക്കുന്നു. കരിങ്കൊടി കാണിക്കാൻ വന്ന KSU പ്രവർത്തകർ മന്ത്രിയുടെ അടുത്തൊന്നും പോയിട്ടില്ല. മറിച്ച് മന്ത്രിയാണ് അവരെ തല്ലാൻ പോയത്. KSU പ്രവർത്തകർക്ക് നേരെ ആക്രോശിച്ചുകൊണ്ട് ഈ മന്ത്രി ചെല്ലുന്നതും പോലീസ് അവരെ ശാന്തമാക്കാൻ ശ്രമിക്കുന്നതുമായ ദൃശ്യങ്ങൾ ഇതിന് തെളിവല്ലേ എന്നാണ് K മുരളീധരൻ ചോദിക്കുന്നത്. മന്ത്രിക്ക് പരിക്കേറ്റതൊരു തിരക്കഥയുടെ ഭാഗമാണ്. റെയിൽവേ സ്റ്റേഷനിലെ 1-ാം നമ്പർ പ്ലാറ്റ്ഫോമിൽ വെച്ച് ചിരിച്ച് വർത്തമാനം പറഞ്ഞിരുന്ന മന്ത്രിക്ക് 3-ാം നമ്പർ പ്ലാറ്റ്ഫോമിൽ എത്തിയപ്പോഴേക്കും എങ്ങനെയാണ് കഴുത്തിൽ ഉളുക്ക് വീണത്? സ്പീക്കർ ഷംസീറിനെ കാണുന്നത് വരെ വീണയ്ക്ക് ഒരു കുഴപ്പവുമില്ലായിരുന്നു. ഷംസീറിനോട് കാര്യങ്ങൾ പറയുന്നു. ഷംസീർ ഉടൻ തന്നെ മുഖ്യമന്ത്രിയെ ഫോണിൽ വിളിക്കുന്നു. പെട്ടെന്ന് കഴുത്തുവേദന, കുഴഞ്ഞു വീഴൽ. പരിയാരം മെഡിക്കൽ കോളേജിലേക്കാണ് വീണയെ മാറ്റിയത്. പരിയാരം മെഡിക്കൽ കോളേജ് എന്ന് പറഞ്ഞാൽ CPMന്റെ പാർട്ടി ഓഫീസാണ്. ചികിത്സാ പിഴവുകളെക്കുറിച്ച് നിരന്തരം പരാതി വരുന്ന ഒരു മെഡിക്കൽ കോളേജ് കൂടി. അവിടെ നിന്നുള്ള റിപ്പോർട്ടുകൾ വിശ്വാസയോഗ്യമല്ല എന്ന് K മുരളീധരൻ പറയുന്നു. എന്നാൽ MRI സ്കാനറിൽ കൃത്രിമത്വം പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് മന്ത്രിയുടെ വാദങ്ങൾ പൂർണ്ണമായി അവിടെ പൊളിഞ്ഞടുങ്ങുകയും ചെയ്തു. ഇപ്പോഴിതാ K മുരളീധരൻ CPMനെയും വീണ ജോർജിനെയും വെല്ലുവിളിക്കുന്നു. നിഷ്പക്ഷമായ പരിശോധനയ്ക്ക് വേണ്ടി ഡൽഹി ഓൾ ഇന്ത്യ മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ സംഘം മന്ത്രിയെ പരിശോധിക്കണമെന്നാണ് അദ്ദേഹത്തിന്റെ ആവശ്യം. നമ്മൾ എവിടെ നാടകം അവതരിപ്പിച്ചാലും ഇതുതന്നെയാണല്ലോ വിധി ദാസ എന്നതാണിപ്പോൾ CPMനുള്ളിലെ പരിഹാസം. പാർട്ടി പ്രവർത്തകരും അനുയായികളുമൊക്കെ ഇമോജികളിട്ട് തങ്ങളുടെ സങ്കടം തീർക്കുന്നു. വല്ലാത്തൊരു ദുരവസ്ഥ തന്നെ. നാടകം പാർട്ടിയുടെ നടു ഉളുക്കിക്കളഞ്ഞു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.